എന്റെ അച്ഛൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അനന്തൻ സംസാരിച്ചില്ലെന്ന് കരുതി നിന്റെ അച്ഛന് ഞാൻ വരുന്നവരോട് ഇരിക്കായിരുന്നില്ലേ? എന്തിനാ? ഉണ്ടായ നാണക്കേട് പോരെ? രാധയോട് പറഞ്ഞിരിക്കുന്ന സമയം മതിയായിരുന്നല്ലോ ഒന്ന് വന്ന് എന്റെ അച്ഛനോട് മിണ്ടിയിട്ട് പോവാൻ. അപ്പോ ഒരുതരം ഈഗോ. ഏയ്, അവൻ അങ്ങനൊന്നും കരുതി കാണില്ല. കരുതിയിട്ട് തന്നെയാ. ലുക്ക് നന്ദു, പല സ്ഥലത്തും നന്ദു ഇങ്ങനെ താഴ്ന്നു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല, കുറെ നാളായി ഈ അവഗണന തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് പറ്റിയ കൈപ്പിഴയിൽ നിങ്ങളെക്കാൾ വേദന ഇവിടെ മറ്റുള്ളവർക്കാ. നാട്യമേ അല്ല, നാട്യം. സ്വന്തം അനിയൻ സഹതാപത്തിന്റെ പേരും പറഞ്ഞ് ഒളിച്ചും പാത്തും ചേട്ടനെതിരെ പറയുന്ന കുത്തുവാക്കുകളൊന്നും നിങ്ങൾ കേൾക്കാൻ ഇടയായിട്ടില്ല. നന്ദു എന്തേ ഇതൊന്നും മനസ്സിലാക്കാത്തത്? ഒന്നെനിക്ക് ഉറപ്പായി, ഞാനെല്ലാം തുറന്നു പറയുന്നു. നന്ദു അത് മനസ്സിലൊതുക്കി സഹിക്കുന്നു. അതല്ലേ സത്യം? മോന്റെ അച്ഛൻ വന്നു. കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോകും. 3 മണിയായി മോനെ. എന്റെ ഗുരുവായൂരപ്പ, എന്താ തിരക്ക്! അനന്താ, ഒരതിഥി വീട്ടിൽ വന്നിട്ടൊന്ന് കാണാൻ പോലും കഴിയാത്ത വിധം എന്ത് എമർജൻസി ആയിരുന്നാ നടക്കുന്നത്? പെട്ടെന്നൊരു ഫോൺ വന്നു. ഞാൻ രാധികയോട് പറഞ്ഞിട്ടാണല്ലോ പോയത്. ഒന്നുമല്ല, പണ്ടേ അനന്തൻ എന്റെ വീട്ടുകാരോട് വെറുപ്പാ. അവർക്ക് പകർച്ചവ്യാധി ഒന്നുമില്ല ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ. ഇങ്ങനെ സംസാരിക്കുന്നു. 1 മിനിറ്റ് താമസിച്ചാ തീരുന്ന കേസാണെങ്കിൽ തീരട്ടാ. ചാവാൻ പോകുന്ന കേസുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ജീവൻ പോകുന്ന പിടിച്ചെടുത്താനുള്ള വിദ്യയൊന്നും ഒരു ഡോക്ടർ പഠിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് കാറിന്റെ ടയർ പഞ്ചറായത് എന്തോ ചെയ്യും? എന്തോ ഞാനപ്പോ അത്ര കാര്യമായിട്ട് എടുത്തില്ല. ദയവായി ഇതൊരു ഇൻസൾട്ട് ആയിട്ട് എടുക്കരുത്. ഇൻസൾട്ട് തന്നെയാണ്. വന്നത് എന്റെ അച്ഛനാണല്ലോ. രാധികയുടെ അച്ഛനായിരുന്നെങ്കിൽ ഈ എമർജൻസി ഒക്കെ താനേ മാറുമായിരുന്നു. അങ്ങനെയുള്ള വ്യത്യാസം ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ ചേച്ചി. അങ്ങനെയായിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ. ഈയിടെയായി എല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത്ര മണ്ടിയൊന്നും അല്ല ഞാൻ.